ഇവർ 3 പേരും ആ ഒരു സാഹചര്യം വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയം, പ്രത്യേകിച്ച് നോമ്പുതുറയുടെ സമയമെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. മലപ്പുറം കാട്ടുകലിൽ വെച്ച് ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവനോളം സ്വർണം കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളും സഹോദരങ്ങളുമായ കടവത്ത് പറമ്പ് വീട്ടിൽ സിവേഷ്, ബെൻസു എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 6:30 കാട്ടുകലിൽ വെച്ച് നിഖില ബാങ്കിൾസ് എന്ന സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനത്തിൽ നിന്നും മഞ്ചേരി ഭാഗത്തെ കടകളിൽ മോഡലുകൾ കാണിച്ചു കൊടുത്ത് വിൽപ്പന നടത്തി ബാക്കിയുള്ള 117 പവനോളം സ്വർണ്ണാഭരണങ്ങളുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തുള്ള കടയിലേക്ക് തിരികെ വരികയായിരുന്നവരെ ആക്രമിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയത്. സിവേഷും മഞ്ചേരി കിടങ്ങഴി ഷാപ്പുകുന്ന് ചപ്പങ്ങത്തൊടി സുകുമാരനാണ് സ്വർണ്ണാഭരണവുമായി സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. സിവേഷ് നൽകിയ വിവരമനുസരിച്ച് സഹോദരൻ ബെൻസും ഇവരുടെ സുഹൃത്ത് ഷിജുവും മറ്റൊരു സ്കൂട്ടറിലെത്തി സ്വർണം കവർച്ച നടത്തുകയായിരുന്നു. പ്രതികളുടെ വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. പണം ഞങ്ങൾ തരും. പ്രതികളിൽ ഒരാളായ സിവേഷ് നിഖില ബാങ്കിൾസ് ജ്വല്ലറിയിലെ ജീവനക്കാരനും കഴിഞ്ഞ 3 മാസമായി ജ്വല്ലറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും കൃത്യമായി അറിയുന്നയാളുമാണ്. റോഡിൽ വാഹനങ്ങളും ആളുകളും കുറവായ നോമ്പു തുറക്കുന്ന സമയം കവർച്ച നടത്താനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആസൂത്രണം നടപ്പിലാക്കുന്നതിനായി സ്കൂട്ടറിൽ തിരിച്ചു വരുന്ന സമയം വിവിധ കടകളിൽ വെള്ളം കുടിക്കാനും മറ്റുമായി കയറിയിറങ്ങി കൂട്ടുപ്രതികളായ ബൈക്കിൽ വന്നവർക്ക് ഇവരുടെ അടുത്തേക്ക് എത്തുന്നതിനായി സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് സ്കൂട്ടർ നിർത്തുകയും അവിടേക്കെത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്ന ബാഗ് കവർച്ച ചെയ്ത് ബൈക്കിൽ രക്ഷപ്പെടുകയുമായിരുന്നു. പ്രതികൾ ബാഗ് തട്ടിയെടുത്ത് ബൈക്കിൽ രക്ഷപ്പെടുന്നത് കാണാനിടയായ നാട്ടുകാരനായ ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷീർ സംഭവത്തിൽ ദുരൂഹത തോന്നി അയാളുടെ വാഹനത്തിൽ പിന്തുടർന്ന് പ്രതികൾ രക്ഷപ്പെട്ട ബൈക്കിന്റെ ഫോട്ടോയെടുത്തു. ഇത് കേസിൽ നിർണായകമായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ.എം. ബിജുവിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO ആയ ASP നന്ദഗോപാൽ, പോലീസ് ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ, പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത്, പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ, പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ, മലപ്പുറം SHO വിഷ്ണു, മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ SK പ്രിയൻ, മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ASIമാരായ ഗിരീഷ്, അബ്ദുൽ വാഷിദ്, അനീഷ് ചാക്കോ, ഫിറോസ്, SCPO തൗഫീഖുള്ള മുബാറക്ക് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്.